ആഹാ, എന്തൊരു ഉറക്ക ഇത്. മണി എത്രയായെന്നറിയോ? എന്നും വെളുപ്പിന് എഴുന്നേൽക്കുന്ന ആളിന് ഇന്നെന്ത് പറ്റി? ഒരു വയ്യായിക. ഏയ്, ഒന്നുമില്ല. ചായ കുടിച്ചിട്ട് വാ. ഒന്ന് കുളിച്ച ക്ഷീണമൊക്കെ മാറും. വരൂ, ഞാൻ വെള്ളം ചൂടാക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗണപതി ഭഗവാനെ രക്ഷിക്കണേ സംസ്ഥാപന. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹലോ, കൂട്ടിന് എന്താ, ചെറുപയറാണോ കടലയാണോ? രണ്ടുമല്ല. തൊടിയില് പാളയംകുടം പഴം പഴുത്ത് നിപ്പുണ്ടായിരുന്നു. അതിങ്ങോട്ട് ഞാനെടുത്തു. അതവിടെ നിന്നിരുന്നെങ്കിൽ വല്ല പക്ഷിക്കോ അണ്ണാനോ തീറ്റയാവില്ലായിരുന്നോ? ബാക്കി കൊല അവിടെ നിക്കല്ലേ, അവര് തിന്നോളും. മോളെന്താ വിളിക്കാത്തതാവോ? വിളിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. വിളിക്കാൻ അമാന്തിക്കും തോറും എനിക്കെന്തോ പോലെ. അവരിപ്പോ ഓഫീസിൽ നിന്ന് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടാവില്ലേ? വിളിച്ചോളൂ. എന്നാലും സമയത്തിനൊന്ന് വിളിച്ചൂടെ? അവളായിരിക്കും. ശാപ്പാടൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വാ. ഗുഡ് നൈറ്റോ? ഗുഡ് മോർണിംഗ് എന്ന് പറയടാ. ഇവിടെ ഇപ്പൊ രാവിലെ 9 മണി ആയേ ഉള്ളൂ. അമ്മമ്മയുടെ കുട്ടമലവും കഴിച്ചോ? കിടക്കാൻ പോവായിരുന്നോ? ഉറക്കം വരുന്നു എന്ന് തോന്നണു. അവിടെ ഇപ്പോ സമയം രാത്രി ഒരു 10-10:30 ആയിട്ടുണ്ടാവും അല്ലേ? അതെ അച്ഛാ, 10:15 നിങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഏയ്, ഞങ്ങളൊന്നും കഴിച്ചില്ല. കഴിക്കാനിരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ കോള് വന്നത്. അച്ഛൻ എങ്ങനെയുണ്ട്? ഇന്നലെ പറഞ്ഞ ശരീരക്ഷീണം മാറിയോ? രാവിലെ അങ്ങ് കുളിച്ചപ്പോ ഉഷാറായി. ഇപ്പൊ ഒരു ക്ഷീണവും ഇല്ല. അമ്മയുടെ ആ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കാൻ പാടില്ലായിരുന്നോ? പ്രായമായില്ലേ, ഇനിയിപ്പൊ അതൊന്നും വേണ്ട. നിന്റെ അമ്മ ഇപ്പോ പഴയതിനേക്കാൾ ചെറുപ്പാ. വയസ്സായത് എനിക്കാ. ഞാൻ എന്റെ വല്ലായ്മ പറയാൻ ആരുമില്ലാത്തോണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൊച്ചു പെണ്ണൊന്നും ആവുന്നില്ല. അയ്യോ പാവം. എന്നാ പിന്നെ നിങ്ങൾ പോയി കിടന്നുറങ്ങ്. ബൈ ബൈ ബൈ. കാത്തുവെക്കും നിന്നെ ഞാൻ കണ്ണുനീർ മുത്തിലെന്നും പാത്തുവെക്കും നിന്നെ
എന്തു പറ്റി? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഒരു തളർച്ച പോലെ. നമുക്കൊന്ന് ആശുപത്രി പോയാലോ? ഏയ് വേണ്ട, ഒന്ന് കിടന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ആശുപത്രി ചെന്ന് അവർ വിടുവോ? ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കയ്യിലുള്ള കാശൊക്കെ പിഴിയും. ഒന്നും സംഭവിക്കില്ല. എന്നും ഞാൻ എൻ്റെ ശ്രീവല്ലഭനോട് പ്രാർത്ഥിക്കുന്നത് വയ്യാത്ത നിങ്ങളെ ഒറ്റക്കെട്ട് കഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുതേന്ന് മാത്രം. എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി അധികം സമയമില്ലാന്ന് മനസ്സ് പറയണു. കുഴപ്പം ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെയാ. ചായ. ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് കൂടിയാൽ 20,000-25,000 ദിവസങ്ങളാണ്. ശൈശവം മുതൽ യൗവനം വരെ 10,000-12,000 ദിവസം പോകും. പിന്നീടുള്ളത് കൂടിയാൽ 10,000-15,000 ദിവസങ്ങൾ മാത്രം. ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വെട്ടിപ്പിടിക്കാനും കൂട്ടിവെക്കാനുമായി എന്തൊരു മരണപ്പാച്ചില മനുഷ്യൻ നടത്തുന്നത്. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 14,965 ദിവസമായി. അറിയാവോ? നമ്മുടെ ഒന്നിച്ചുള്ള ജീവിതയാത്രയെക്കുറിച്ച് തനിക്ക് എന്താ തോന്നുന്നേ? ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ. എൻ്റെ എല്ലാ ഈശ്വരന്മാരോടും ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു, എനിക്ക് സന്തോഷകരമായ കുടുംബജീവിതം നൽകിയതിന്. എന്നെ പൊന്നുപോലെയല്ലേ നോക്കുന്നത്. ഇതിൽ പരം ഒരു ഭാര്യയ്ക്ക് എന്താ വേണ്ടേ? പത്ത് 30 വർഷങ്ങളായിട്ട് ശരീരത്തിൻ്റെ ഓരോ അവയവവും പ്രമേഹം തിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാവാം ഈ ക്ഷീണം. ഇയാൾ ഇന്നലെ ഒരു മൂളിപ്പാട്ട് പാടുന്നത് കേട്ടല്ലോ. ആ പാട്ട് മുഴുവനും ഒന്ന് പാടിക്കേ. ഒത്തിരി നാളായില്ലേ തൻ്റെ പാട്ട് കേട്ടിട്ട്. ഈ വയസ്സുകാലത്ത് വേണോ ഇമാതിരി പൈങ്കിളിയൊക്കെ? നീ ഒന്ന് പാടടി എൻ്റെ പൂങ്കുയിലേ. കാലം എന്നെ കവർന്നെടുത്താൽ കൂടെ നിഴലായി കാണും സരസ്. കാലം എന്നെ കവർന്നെടുത്താൽ കൂടെ നിഴലായി കാണും സരസ്. താരങ്ങൾ തൻ കൂട്ടിൽ പാടിയുറക്കും നിന്നെ ഞാൻ. കാലം എന്നെ കവർ
താരങ്ങൾ തൻ കൂട്ടിൽ പാടിയുറക്കും നിന്നെ ഞാൻ. കണ്ണുനീർ മുത്തിലെന്നും പാത്തുവെക്കും നിന്നെ ഞാൻ. ഇതുവരെ എണീറ്റില്ലേ? ഇതാ ചായ. ബാക്കിയുള്ളവരില്ലെന്ന് കണ്ട ഒരു ഗ്ലാസ് ചായ പോലും വെച്ച് കുടിക്കില്ല. പെട്ടെന്നൊരു ദിവസം ഞാൻ ഇല്ലാണ്ടായാൽ എന്തു ചെയ്യും? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ നോക്കണ്ട. ഉത്തരവ്. മുഹമ്മദ് സാവിത്രിക്കുട്ടി 55. ആരെയൊക്കെ അനാഥരാക്കിയിട്ടായിരിക്കും പോയിരിക്കുക. ഭഗവാനെ, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് അറിയത്തില്ല.
എനിക്കറിയില്ല. ആരാ? ഗുഡ് മോർണിംഗ് ചേട്ടാ. ഇന്ന് ഉപ്പുമാവാ മാഡം ഓർഡർ ചെയ്ത്. കുഴപ്പമൊന്നുമില്ലല്ലോ. മരിക്കുന്നത് വരെ എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റൂ. അതിപ്പോ എന്തായാലും കുഴപ്പമില്ല. ചേട്ടൻ്റെ മോളെ സമ്മതിക്കണം. ഇവിടുത്തെ സമയം അനുസരിച്ച് ചേട്ടൻ്റെ 3 നേരത്തെ ഭക്ഷണം അമേരിക്കയിലിരുന്ന് കൃത്യമായി ക്രമീകരിക്കുന്നുണ്ടല്ലോ. എന്നാ ശരി. ദാ. ശ്ശോ, ഉള്ള കുട്ടിയാന്നാ വിചാരം. വാരി തരാൻ വേണ്ടിട്ട്. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇനി പരാതിയില്ലല്ലോ. ഇല്ല. ഇന്ന് ഭക്ഷണം കിട്ടാൻ താമസിച്ചു അല്ലേ? ഞാനിന്ന് അവന്മാരെ വിളിച്ച് നല്ലോണം പറയുന്നുണ്ട്. അച്ഛൻ ഇൻസുലിൻ എടുത്തിട്ട് ഒത്തിരി സമയമായോ? ഇല്ല മോളെ, ഞാൻ ഇൻസുലിൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറണ്ടേ? സാരമില്ല മോളെ, അച്ചാച്ചന് തിരക്കൊന്നുമില്ലല്ലോ. നീ ഇന്ന് ഉറങ്ങാൻ താമസിച്ചോ? അവനെന്തേ കുഞ്ഞ്? അവരച്ഛനും മോനും കിടന്നു. എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അച്ചാച്ചൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, എല്ലാം അടച്ചുപൂട്ടി ഇങ്ങോട്ട് പോരാൻ. 2 പ്രാവശ്യം ടിക്കറ്റിന് കാശ് കളഞ്ഞത് മിച്ചം. മോക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞേ? അവളുണ്ട് ഇവിടെ, നിന്റെ അമ്മ നിർമ്മല. അവളുടെ ശബ്ദവും കാൽപെരുമാറ്റവും എന്തിന് ഗന്ധം പോലും ഇവിടെയുണ്ട്. എനിക്കറിയാതെ. താൻ എന്നോട് കള്ളം പറഞ്ഞതാണോ? അതോ തൻ്റെ പ്രാർത്ഥന ശ്രീവല്ലഭൻ കേൾക്കാതിരുന്നതാണോ? ഒന്നും പറയാതെ പെട്ടെന്ന് ഒറ്റയ്ക്കൊരു പോക്കങ്ങോട്ട് പോയി. വയ്യാത്ത എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്.
സരസ താരങ്ങൾ തൻ കൂട്ടിൽ പാടിയുറക്കും നിന്നെ ഞാൻ കണ്ണുനീർ മുത്തിലെന്നും പാത്തുവെക്കും നിന്നെ ഞാൻ